അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് റെസിപ്പിയാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 2 കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ്, നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കരുത്. ഇതൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെക്കാം. പൊട്ടാറ്റോ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് നമ്മളൊരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് 1 ക്യൂബാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കൈ വെച്ച് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഒരു ബാറ്റർ അധികം ലൂസാവാതെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. അധികം ലൂസായി പോയാൽ നമ്മൾ കിഴങ്ങുമ്പോൾ തീരെ പിടിക്കില്ല. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കിഴങ്ങൊന്ന് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ല. ഇനി നമ്മളൊരു ബൗളെടുത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാനൊരു പൗഡർ കൂടി വേണം. അതിന് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മൈദ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പും മുളകൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിഴങ്ങിൻ്റെ ഓരോ കഷ്ണങ്ങളും നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഈ പൗഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾക്കൊക്കെ ആയിട്ട് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ അതിലിട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ നനവുള്ള ബാറ്ററിൻ്റെ മുകളിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ പൊട്ടാറ്റോ ഉള്ളിലിരുന്നിട്ട് തന്നെ നല്ല വെന്ത് കിട്ടും. വലിയ പീസാണെന്ന് വിചാരിച്ചിട്ട് വേവാതിരിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്കൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുഴുവൻ പൊട്ടാറ്റോ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.